പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് യുദ്ധഭീതി നിലനിൽക്കെ ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെടുത്തി ഒരു സന്ദേശം ഇപ്പോൾ വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മോദി സർക്കാർ പുതിയ പദ്ധതി ആരംഭിച്ചുവെന്ന തരത്തിലാണ് ഇപ്പോൾ ആ സന്ദേശം വൻതോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിനായി ആയുധങ്ങൾ വാങ്ങുന്നതിനും യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സൈനിക ക്ഷേമ അക്കൗണ്ടിലേക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിലുള്ളത്. ഇതിനായി സർക്കാർ തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ₹1 സംഭാവന നൽകണമെന്ന അഭ്യർത്ഥനയോടെയാണ് സന്ദേശം അവസാനിക്കുന്നത്. സൈന്യത്തിന് ആയുധങ്ങൾ വാങ്ങുന്നതിനും യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. രാജ്യത്തെ 100 കോടി ജനങ്ങൾ പ്രതിദിനം ₹1 വെച്ച് ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്താൽ പാകിസ്ഥാന്റെ മൊത്തം പ്രതിരോധ ചെലവിന് തുല്യമായ തുക സമാഹരിക്കാനാകുമെന്നും ഇങ്ങനെ ഇന്ത്യയെ ഒരു മഹാശക്തിയാക്കി മാറ്റാമെന്നും സന്ദേശം പറയുന്നുണ്ട്. അതേസമയം ഇതേ സന്ദേശം ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലായി മുൻ വർഷങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സന്ദേശത്തിൽ നൽകിയിരിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ പേര് കാഷ്വാലിറ്റീസ് എന്നാണ്. എന്നാൽ ഇവ പരിശോധിച്ചാൽ സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ഫണ്ടും അക്കൗണ്ട് നമ്പറും യഥാർത്ഥത്തിൽ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന സന്ദേശത്തിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്ന് മനസ്സിലാക്കാം. 2016 ഫെബ്രുവരിയിൽ സിയാച്ചിനിൽ 10 സൈനികർ ഹിമപാതത്തിൽ മരിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ താല്പര്യമറിയിച്ച് ധാരാളം ആളുകളും സംഘടനകളും മുന്നോട്ട് വന്നിരുന്നു. തുടർന്ന് ഒരു പ്രത്യേക ഫണ്ടിലൂടെ ഇങ്ങനെയുള്ള സംഭാവനകൾ സ്വീകരിക്കാമെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ആർമി വിമുക്ത ഭടന്മാരുടെ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ ആർമി വെൽഫെയർ ഫണ്ട് ബാറ്റിൽ കാഷ്വാലിറ്റീസ് എന്ന അക്കൗണ്ട് ആരംഭിക്കുകയായിരുന്നു. ഇതൊരു പുതിയ പദ്ധതിയല്ല. 2016 ഇത് ആരംഭിച്ചത്. ആയുധം വാങ്ങാൻ പ്രസ്തുത ഫണ്ട് ഉപയോഗിക്കുന്നു എന്നതും തെറ്റായ വിവരമാണ്. സൈന്യത്തിലേക്ക് ആയുധം വാങ്ങാനല്ല, മറിച്ച് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കാലയളവിൽ പരിക്ക് പറ്റി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സൈനികർക്ക് സഹായം നൽകുന്നതിനും സൈനികരുടെ വിധവകൾക്കും ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനുമാണ് പ്രസ്തുത ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മോദി സർക്കാർ പുതിയ പദ്ധതി ആരംഭിച്ചു എന്ന വിവരങ്ങളുമായി വാട്സപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പ്രചരിക്കുന്ന സന്ദേശത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മോദി സർക്കാരിന്റെ മറ്റൊരു നല്ല തീരുമാനമെന്നും പ്രതിദിനം ₹1 മാത്രം, അതും ഇന്ത്യൻ സൈന്യത്തിന് എന്നുമാണ്. ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനും യുദ്ധമേഖലയിൽ പരിക്കേൽക്കുകയോ വീരമൃത്യു വരിക്കുകയോ ചെയ്യുന്ന സൈനികർക്കായി മോദി സർക്കാർ ബാങ്ക് അക്കൗണ്ട് തുറന്നു. അതിൽ ഓരോ ഇന്ത്യക്കാരനും അവൻ അല്ലെങ്കിൽ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എത്ര തുക വേണമെങ്കിലും സംഭാവന ചെയ്യാമെന്നും ഇത് ₹1 മുതൽ ആരംഭിക്കുന്നതും പരിധി ഇല്ലാത്തതുമാണ്. സൈന്യത്തിനും അർദ്ധ സൈനിക സേനയ്ക്കും ആയുധങ്ങൾ വാങ്ങാനും ഈ പണം ഉപയോഗിക്കാമെന്നും ഇതിൽ പറയുന്നുണ്ട്. ന്യൂഡൽഹി, മൻ കി ബാത്ത്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സ്ആപ്പ് എന്നിവയിലെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ കത്തുന്ന സാഹചര്യത്തിൽ മോദി സർക്കാർ ഒടുവിൽ തീരുമാനമെടുത്തുവെന്നും കാനറ ബാങ്കിൽ ആർമി വെൽഫെയർ ഫണ്ട് ബാറ്റിൽ കാഷ്വാലിറ്റീസ് ഫണ്ട് അക്കൗണ്ട് ആരംഭിച്ചുവെന്നും ഈ സന്ദേശത്തിലുണ്ട്. അതേസമയം ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് പിന്നാലെ വൻതോതിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ ആക്രമണങ്ങൾ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പാകിസ്ഥാൻ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരം അക്കൗണ്ടുകളിൽ പലതും വിദേശത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങൾ, തദ്ദേശ സർക്കാരുകൾ, സായുധ സേനകൾ എന്നിവയുമായി ഏകോപനം ശക്തമാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളുമായി ആശയവിനിമയ ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രചരിക്കുന്ന ഈ സന്ദേശത്തിലെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി കിടക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, ആർക്കും ഇതിലേക്ക് പണം അയക്കാൻ സാധിക്കും. പക്ഷെ സന്ദേശത്തിൽ ഉള്ളതുപോലെയുള്ള ആവശ്യത്തിനല്ല ഈ പണം ഉപയോഗിക്കുന്നത്. കാരണം ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള അറിയിപ്പും ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടില്ല. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതും കുറ്റകരമായ പ്രവൃത്തിയാണ്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആദ്യം സത്യമാണോ കളവാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയോ മറ്റു നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ്. അതേസമയം 2019 നടന്ന ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ കരുത്തറിയിച്ച തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 1947 ഇന്ത്യ വിഭജനത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1965, 1971, 1999 ഇന്ത്യയുടെയും പാകിസ്ഥാൻ
പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ മുഖാമുഖം വന്നിരുന്നു. 1947 ആദ്യ ഇന്ത്യ പാക് യുദ്ധം ജമ്മു കാശ്മീരിനെ ആക്രമിച്ചു കീഴടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. 1947 ഒക്ടോബർ 22 ആരംഭിച്ച യുദ്ധം 1949 ജനുവരി 5 വരെ നീണ്ടു നിന്നിരുന്നു. ശ്രീനഗർ പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് 1965 രണ്ടാം ഇൻഡോ പാക് യുദ്ധവും, പിന്നീട് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധവും, ശേഷം 1999 കാർഗിൽ യുദ്ധവും, 2016 ഉറി ആക്രമണം, 19 പുൽവാമ ആക്രമണവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ചരിത്രങ്ങളാണ്. അതേസമയം രാജ്യത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ മുസ്ലിം വാർത്താ ഇൻസ്റ്റഗ്രാം പേജ് മെറ്റ നിരോധിച്ചു. 6.7 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള @മുസ്ലിം അക്കൗണ്ട് പ്രാദേശിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു നിരോധനം. ഇത് സെൻസർഷിപ്പാണെന്ന് അക്കൗണ്ടിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ അമീർ അൽ ആരോപിച്ചു. @മുസ്ലിം എന്ന ഇൻസ്റ്റഗ്രാം പേജ് ലോകമെമ്പാടും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും പങ്കുവെക്കുന്ന ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. 6.7 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജ് മുസ്ലിം ലോകത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, അപ്ഡേറ്റുകൾ, വിശകലനങ്ങൾ എന്നിവ നൽകുന്നതിൽ പ്രശസ്തമാണ്. അമീർ അൽ ഖദാഹത്ബെ എന്ന എഡിറ്റർ ഇൻ ചീഫിന്റെ നേതൃത്വത്തിൽ സത്യം രേഖപ്പെടുത്തുകയും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുക എന്നതാണ് പേജിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് @മുസ്ലിം പേജിലെ പോസ്റ്റുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഉള്ളടക്കം നിയന്ത്രിക്കാനുള്ള നിയമപരമായ അഭ്യർത്ഥന ഞങ്ങൾ പാലിച്ചതിനാൽ ഇന്ത്യയിൽ അക്കൗണ്ട് ലഭ്യമല്ല എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാൻ നടന്മാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ബ്ലോക്ക് ചെയ്തിരുന്നു. ബോളിവുഡ് താരങ്ങളായ ഫഹാദ് ഖാൻ, ആതിഫ് അസ്ലം, ക്രിക്കറ്റ് താരങ്ങളായ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയവരുടെ അക്കൗണ്ടുകളും നിരോധിച്ചു. അതേസമയം ഇന്ത്യ പാക് ശത്രുത ഓൺലൈനിൽ തെറ്റായ വിവരങ്ങളുടെ പ്രവാഹത്തിന് കാരണമായിട്ടുണ്ട്. ഡീപ് ഫേക്ക് വീഡിയോകളും കാലഹരണപ്പെട്ട ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.